ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. വേനൽക്കാല ആരോഗ്യ ജാഗ്രത. സംസ്ഥാനത്ത് വേനൽ ചൂടിന്റെ കാഠിന്യമേറുകയാണ്. വെറുമൊരു വേനൽക്കാലം എന്നതിലുപരി ആഗോള താപനത്തിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും കനൽ പാതകളിലൂടെയാണ് നാം ഇന്ന് നടന്നു നീങ്ങുന്നത്. സൂര്യാഘാതവും നിർജ്ജലീകരണവും വെറും വാർത്തകളല്ല, മറിച്ച് നമ്മുടെ ഉമ്മറപ്പടിയിൽ നിൽക്കുന്ന വലിയ ഭീഷണികളായി മാറിയിരിക്കുന്നു. അന്തരീക്ഷ ഊഷ്മാവ് റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുമ്പോൾ നമ്മുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കാൻ കേവലം തണൽ തേടുക മാത്രമല്ല, ശാസ്ത്രീയമായ അറിവുകളും കൃത്യമായ മുൻകരുതലുകളും ശീലമാക്കുക എന്നതും അനിവാര്യമായി തീരുകയാണ്. വെയിലേറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മുതൽ ജോലിസ്ഥലത്തെ സുരക്ഷ വരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വ്യക്തിപരമായ ജാഗ്രതയാണ് ഈ പോരാട്ടത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ആയുധം. കത്തുന്ന വെയിലിനെ കരുതലോടെ അതിജീവിക്കാനും ദുരന്ത സാധ്യതകൾ കുറയ്ക്കാനും നാം ജാഗരൂകരാകേണ്ട കാലമാണിത്. ഉയർന്ന താപനില ദുരന്ത സാധ്യത കൂടിയാണ്. മുമ്പെങ്ങുമില്ലാത്ത വിധം ഉഷ്ണതരംഗങ്ങൾ വ്യാപകമാകുന്നു. വനമേഖലകളിൽ തീപിടുത്തത്തിന് സാധ്യതയേറുന്നു. അലക്ഷ്യമായി ചപ്പുചവറുകൾ കൂട്ടിയിടുന്നതും സുരക്ഷിതമല്ലാത്ത വിധം മാലിന്യങ്ങൾ കത്തിക്കുന്നതും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും അഗ്നിബാധയ്ക്ക് കാരണമാകുന്നു. സൂര്യാഘാതം ഉൾപ്പെടെയുള്ള വേനൽക്കാല അപകടങ്ങൾ ഒഴിവാക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഹസാഡ് അനലിസ്റ്റ് ഫഹദ് മർസൂഖ് അഭ്യർത്ഥിച്ചു. കേരളത്തിൽ പൊതുവെ ചൂട് കൂടി വരുന്നതായിട്ട്, അതായത് അന്തരീക്ഷ താപനില സാധാരണയേക്കാൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായിട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പകൽ സമയത്തും രാത്രി സമയത്തെയും താപനില ഉയർന്നു നിൽക്കുന്നതായിട്ടാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ റിപ്പോർട്ടുകളുള്ളത്. കൂടാതെ അടുത്ത ദിവസങ്ങളിലും അത് ടെമ്പറേച്ചർ കൂടുതലായിരിക്കുമെന്ന് തന്നെയാണുള്ള ഫോർകാസ്റ്റുകളും നിലനിൽക്കുന്നത്. വേനൽക്കാലവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില പ്രയാസങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളതുണ്ട്. വേനൽക്കാലം കൂടുതൽ രൂക്ഷമാകുമ്പോൾ അത്തരം പ്രയാസങ്ങളും കൂടുതൽ ഗൗരവത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ടാകും. പ്രത്യേകിച്ച് വേനൽ രൂക്ഷമായി തുടരുകയാണെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടാകും ചില പ്രദേശങ്ങളിൽ. അതുകൂടാതെ ആരോഗ്യ പ്രശ്നങ്ങൾ, ചൂട് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം, ചൂട് മൂലമുള്ള മറ്റു ചില പകർച്ചവ്യാധികൾ ഉണ്ടാവുക, അങ്ങനെയുള്ള ചില പ്രയാസങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട്. സാധാരണ നമ്മുടെ വനപ്രദേശങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ വന്യജീവി ആക്രമണം വർക്കാനുള്ള സാധ്യതയുണ്ട്. മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങൾക്കും ചൂടുമൂലമുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവും. കൂടാതെ തീപിടുത്തങ്ങൾ, മാർക്കറ്റുകൾ, സ്റ്റോറേജ് പ്ലേസുകൾ, അതുപോലെ നമ്മുടെ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങൾ, ഇത്തരം സ്ഥലങ്ങളിലെല്ലാം തീപിടുത്തങ്ങൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകളിലൊക്കെ തീപിടുത്തങ്ങൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇത്തരം പ്രശ്നങ്ങൾ സാധാരണ വേനൽക്കാലത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്നതാണ്. അപ്പോൾ അത് നേരിടാൻ വേണ്ടിയുള്ള ജാഗ്രത ഈ ഒരു ഘട്ടത്തിൽ പൊതുവെ നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്നത് നിർജ്ജലീകരണവും പകർച്ചവ്യാധികളുമാണ്. കുഞ്ഞുങ്ങൾ, പ്രായമായവർ, ഗർഭിണികൾ, ഗുരുതര രോഗമുള്ളവർ എന്നിവർക്ക് വേനൽക്കാലത്ത് പ്രത്യേക കരുതൽ നൽകണം. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കണം. പുറത്തിറങ്ങേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നിർബന്ധമായും പാദരക്ഷ, കുട എന്നിവ ഉപയോഗിക്കണം. ശ്രീ ഫഹദ് മർസൂഖ് തുടരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് സൂര്യാഘാതം മരണത്തിലേക്ക് വരെ നയിച്ചേക്കാവുന്ന പ്രശ്നമാണ്. ബോധം നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടാക്കും. അതുപോലെ സൂര്യാതപം വഴി ശരീരത്തിലൊക്കെ തടിച്ചു പൊങ്കലുകളും കളർ വ്യത്യാസമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളെ പ്രത്യേകമായി ശ്രദ്ധിക്കണം. കൂടുതൽ സമയം വിശ്രമത്തോടു കൂടി മാത്രമായിരിക്കണം നമ്മൾ കാഠിന്യമേറിയ ജോലികളിൽ ഏർപ്പെടേണ്ടത്. അത് വീടിനകത്തായാലും പുറത്തായാലും നമ്മൾ ആവശ്യമായ വിശ്രമത്തോടു കൂടി മാത്രം നമ്മുടെ ജോലികളിൽ ഏർപ്പെടേണ്ടതുണ്ട്. ഏത് ജോലിയിലാണ് ഏർപ്പെടുന്നതെങ്കിലും കുറച്ച് കൃത്യമായ ഇടവേളകളിൽ വിശ്രമിച്ചുകൊണ്ട് തന്നെ ആ ജോലി തുടരാനുള്ള ശ്രമം നടത്തണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അൾട്രാവയലറ്റ് ഇൻഡെക്സ് നമുക്ക് കൂടുതലാണ്.
പൊതുവെ നമ്മുടെ ഭൂപ്രദേശം, നമ്മുടെ ജോഗ്രഫിക്കൽ പൊസിഷൻ, കേരളത്തിൻ്റെ ജോഗ്രഫിക്കൽ പൊസിഷൻ അനുസരിച്ച് തന്നെ UV കുറച്ച് കൂടി നിൽക്കുന്നൊരു പ്രദേശമാണ്. ഈ സമ്മർ സീസൺ ആകുമ്പോൾ അത് കുറച്ചുകൂടി ഉയർന്നതാവും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഉയർന്ന UV, ഓറഞ്ച് അലേർട്ട് ലെവലിലേക്കൊക്കെ എത്തുന്ന രീതിയിലുള്ള UV ഇൻഡെക്സുകളാണ് പല സ്റ്റേഷനുകളിലും രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അപ്പം പല പ്രദേശങ്ങളും, പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിൽ ഉൾപ്പെടെ UV പൊതുവെ തന്നെ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പം ഈ അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ ശരീരത്തിൽ നേരിട്ട് കുറേ സമയം പതിക്കുന്നത് മൂലം ചർമ്മരോഗങ്ങൾ ഉണ്ടാവാനും നേത്രരോഗങ്ങൾ ഉണ്ടാവാനും, ഇത് ഇപ്പോൾ നിലവിലെത്തുന്ന പ്രശ്നങ്ങൾ, ആൽബിനിസം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ചർമ്മരോഗങ്ങളോ സ്കിൻ ക്യാൻസറോ ഒക്കെ ഉള്ള ആളുകൾക്ക് അത് മൂർച്ഛിക്കാനും ഒക്കെ ഉള്ള സാധ്യത കൂടും. അപ്പം അത്തരം ഒരു സാഹചര്യത്തെയും നമ്മൾ മുന്നിൽ കാണണം. അതിന് അനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, നമ്മൾ ഏത് ചൂടിൻ്റെ കേസിലാണെങ്കിലും UVയുടെ കേസിലാണെങ്കിലും നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് സൂര്യൻ്റെ താപം ശരീരത്തിലേക്ക് ഏൽക്കുന്നത് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നിർബന്ധമായും ഒരു കുട കയ്യിൽ വെക്കുക, അല്ലെങ്കിൽ തൊപ്പി ധരിക്കുക. ജോലിയിലേക്ക് ഏർപ്പെടുന്ന സമയത്ത് ഒരു വാട്ടർ ബോട്ടിൽ നമ്മുടെ കയ്യിൽ വെക്കുക, ധാരാളമായി വെള്ളം കുടിക്കുക, ഇളം നിറത്തിലുള്ള അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് നല്ലത്. ഇത്തരം സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഈ ചൂടിനെ നേരിടാൻ പറ്റും. അത് ഒരു ശീലമായി ഈ ഒരു സീസൺ കഴിയുന്നത് വരെ, ഈ വേനൽക്കാലം അവസാനിക്കുന്നത് വരെയുള്ള സീസൺ കഴിയുന്നത് വരെയുള്ള സമയം നമ്മളിതൊരു ശീലമായി എടുക്കുക. ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ തണലിൽ വിശ്രമിച്ച ശേഷം ധാരാളം വെള്ളം കുടിക്കുക, തണുത്ത വെള്ളം കൊണ്ട് ദേഹം തുടയ്ക്കുക, വളരെ ഉയർന്ന താപനില, വേഗത്തിലുള്ള ഹൃദയമിടിപ്പ്, വറ്റിവരണ്ട ചുവന്ന ചർമ്മം, ശക്തമായ തലവേദന, തലകറക്കം, ഓക്കാനം, ബോധക്ഷയം, കഠിനമായ ക്ഷീണം എന്നിവ തോന്നിയാൽ പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം ഉടൻ തന്നെ ചികിത്സ തേടണമെന്ന് തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. സൂര്യാഘാതം അപകടകരമായ ആരോഗ്യ പ്രശ്നമാണ്. താപനില ഉയരുന്നത് മൂലമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സ്വയം പ്രതിരോധം വളരെ പ്രധാനമാണ്. ഉച്ചവെയിലേൽക്കാൻ സാധ്യതയുള്ളവർ അതീവ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണിത്. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. സംസ്ഥാനത്ത് പുറംജോലികളിൽ ഏർപ്പെടുന്നവരുടെയും തൊഴിലാളികളുടെയും സുരക്ഷ മുൻനിർത്തി ജോലി സമയത്തിൽ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ നേരിട്ട് വെയിലേൽക്കുന്ന ജോലികൾക്ക് നിയന്ത്രണമുണ്ട്. ഈ സമയം വിശ്രമവേളയായി ക്രമപ്പെടുത്തിയിട്ടുള്ളതായും തൊഴിലിടങ്ങളിൽ കുടിവെള്ളവും വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാ തൊഴിലുടമകളും ഉറപ്പാക്കണമെന്നും തിരുവനന്തപുരം ജില്ലാ ലേബർ ഓഫീസർ സനൽ എ സലാം പറഞ്ഞു. കേരളത്തിൽ വേനൽക്കാലം ആരംഭിക്കുകയും പകൽ താപനില ക്രമാതീതമായി ഉയരുന്നതുമായ സാഹചര്യത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ വെയിലത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് സൂര്യാഘാതം ഏൽക്കുന്നുള്ള സാഹചര്യമുണ്ട്. ആയതിനാൽ പൊതുജന താൽപര്യം മുൻനിർത്തി 1958 കേരള മിനിമം വേജസ് ചട്ടങ്ങളിലെ ചട്ടം 24-25 വ്യവസ്ഥകൾ പ്രകാരം സംസ്ഥാനത്തിനുള്ളിൽ വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ തൊഴിൽ സമയം 2026 ഫെബ്രുവരി 13 മുതൽ മെയ് 20 വരെ പുനഃക്രമീകരിച്ച് ഉത്തരവായിട്ടുള്ളതാണ്. പകൽ സമയം വെയിലത്ത് ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ വിശ്രമവേളയായിരിക്കും. ഇവരുടെ ജോലി സമയം രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയുള്ള സമയത്തിനുള്ളിൽ 8 മണിക്കൂറാണ് നിജപ്പെടുത്തുന്നത്. ഷിഫ്റ്റ് ബസ്സിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് രാവിലെ ഷിഫ്റ്റ് 12 മണിക്ക് അവസാനിക്കുന്ന തരത്തിലും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റ് വൈകുന്നേരം 3 മണിക്ക് ആരംഭിക്കുന്ന തരത്തിലും പുനഃക്രമീകരിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി കൂടുതൽ ഉയരമുള്ള സൂര്യാഘാതത്തിന് സാധ്യതയില്ലാത്ത മേഖലകളെ ഈ ഉത്തരവിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. മേൽ ഉത്തരവ് പ്രകാരം വെയിലത്ത് ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികളുടെയും സമയക്രമം ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ വിശ്രമവേളയായി നിജപ്പെടുത്തുന്നു. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയുള്ള സമയത്തിനുള്ളിൽ 8 മണിക്കൂറായി ജോലി ചെയ്യിപ്പിക്കേണ്ടതാണ്. ഇത് എല്ലാ തൊഴിലുടമകളും കൃത്യമായി പാലിക്കേണ്ടതാണ്. കഠിനമായ ചൂടിനെ പ്രതിരോധിക്കാൻ ഭക്ഷണരീതിയിൽ ശാസ്ത്രീയമായ മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ശരീരത്തിലെ ജലാംശം നിലനിർത്തുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതിനാൽ ധാരാളം വെള്ളം കുടിക്കുന്നതിനൊപ്പം തണ്ണിമത്തൻ, വെള്ളരിക്ക, ഓറഞ്ച് തുടങ്ങിയ ജലാംശം കൂടുതലുള്ള പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഉച്ചസമയങ്ങളിൽ കടുപ്പമേറിയ ചായ, കാപ്പി എന്നിവ ഒഴിവാക്കി ഇളനീർ, സംഭാരം തുടങ്ങിയ പ്രകൃതിദത്ത പാനീയങ്ങൾക്ക് മുൻഗണന നൽകുന്നത് ശരീരത്തെ തണുപ്പിക്കാൻ സഹായിക്കും. എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങളും അമിതമായി മസാല ചേർത്ത വിഭവങ്ങളും ദഹനപ്രക്രിയ സങ്കീർണമാക്കുകയും ശരീരതാപം വർദ്ധിപ്പിക്കുകയും ചെയ്യും. മാംസാഹാരം പരിമിതപ്പെടുത്തി ഇലക്കറികളും പയറുവർഗ്ഗങ്ങളും ശീലമാക്കുന്നത് ആരോഗ്യകരമാണ്. കൃത്യസമയത്ത് മിതമായി ഭക്ഷണം കഴിക്കുന്നതും തൈര് പോലുള്ള പ്രോബയോട്ടിക്സുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും ചൂടുകാലത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ അകറ്റാൻ സഹായിക്കുമെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ജീന രമേശ് പറഞ്ഞു. കേരളത്തിൽ കടുത്ത വേനൽക്കാലം ആരോഗ്യത്തെ പലതരത്തിൽ ബാധിക്കാം. നിർജ്ജലീകരണം, സൂര്യാഘാതം, വയറിളക്കം, ചർമ്മരോഗങ്ങൾ എന്നിവയാണ് ഭീഷണികൾ.
വേനൽക്കാലത്ത് ചൂടും അമിത വിയർപ്പും നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നു. ഇത് മറികടക്കാൻ നാം എന്തൊക്കെ ശ്രദ്ധിക്കണം? അത്തരത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ധാരാളം വെള്ളം കുടിക്കുക. ദിവസം 2.5 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കാം. നാരങ്ങ വെള്ളം, കഞ്ഞിവെള്ളം, മോരിൻ വെള്ളം, കരിക്കിൻ വെള്ളം, ജീരകവെള്ളം എന്നിവ കുടിക്കാം. ഇവയിൽ പോഷക ഗുണങ്ങൾ ധാരാളം അടങ്ങിയിരിക്കുന്നു. വേനൽക്കാലത്ത് വെള്ളം ധാരാളം അടങ്ങിയിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും കഴിക്കാം. ഇവ നിത്യേന ഉള്ള ആഹാരത്തിൽ ഉൾപ്പെടുത്താം. നാരങ്ങ വർഗത്തിൽപ്പെട്ട പഴങ്ങളും ധാരാളം കഴിക്കാം. ഓറഞ്ച്, ചെറുനാരങ്ങ, മുസമ്പി തുടങ്ങിയവ ഇതിൽ ഉദാഹരണമാണ്. തണ്ണിമത്തൻ, മാതള നാരങ്ങ എന്നിവയും കഴിക്കാം. മാമ്പഴം ധാരാളം കഴിക്കാം. ശ്രദ്ധിക്കുക, ഡയബറ്റിസ് ഉള്ളവർ തണ്ണിമത്തൻ, പൈനാപ്പിൾ എന്നിവ മിതമായ അളവിൽ കഴിക്കുക. മാമ്പഴത്തിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, ബീറ്റ കാരറ്റിൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇത് വേനൽക്കാല രോഗങ്ങളെ അകറ്റി നിർത്താൻ നമ്മളെ സഹായിക്കുന്നു. ഇടയ്ക്കിടെ പച്ചക്കറി സാലഡും കഴിക്കാം. ഇനി എന്തൊക്കെ നമ്മൾ കഴിക്കരുത് എന്നും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. വേനൽക്കാലത്ത് ഫാസ്റ്റ് ഫുഡ്, കൃത്രിമ പാനീയങ്ങൾ എന്നിവ കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. എരിവ്, പുളി, അധിക മസാല ചേർന്ന ഭക്ഷണം എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക. ഇവ ദഹനക്കേടിന് കാരണമാകാറുണ്ട്. ചായ, കോഫി, മദ്യം തുടങ്ങിയവ നമ്മുടെ ശരീരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന ചില പദാർത്ഥങ്ങളാണ്. ആയതിനാൽ ഇത്തരത്തിലുള്ള ഭക്ഷണ രീതികളും നമ്മൾ കഴിവതും ഒഴിവാക്കുന്നത് നല്ലതാണ്. ശുചിത്വത്തിന്റെ ഭാഗമായി ദിവസം 2 നേരം കുളിക്കുക. ഇത് വിയർപ്പ് മൂലം ഉണ്ടാകുന്ന ചർമ്മരോഗങ്ങളെ അകറ്റാൻ അല്ലെങ്കിൽ തടയാൻ സഹായിക്കാറുണ്ട്. പുറത്ത് ജോലി ചെയ്യുന്നവർ ഇടയ്ക്കിടെ തണലത്ത് വിശ്രമിക്കുകയും അതേപോലെ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതും നല്ലതാണ്. വേനൽക്കാലത്ത് ഭക്ഷണത്തിലും ജീവിതശൈലിയിലും വരുത്തുന്ന ഈ ചെറിയ മാറ്റങ്ങൾ വലിയൊരു ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കും. വേനൽക്കാലത്തിന് കാഠിന്യമേറുന്നത് വെറുമൊരു കാലാവസ്ഥാ പ്രതിഭാസമല്ല, മറിച്ച് പ്രകൃതി നമുക്ക് നൽകുന്ന ശക്തമായ മുന്നറിയിപ്പാണ്. വറ്റിവരണ്ട കിണറുകളും വരണ്ടുണങ്ങിയ പുഴകളും സൂചിപ്പിക്കുന്നത് വരും കാലങ്ങളിൽ ഇതിലും വലിയ ചൂടിനെ നാം നേരിടേണ്ടി വരുമെന്നാണ്. ശാസ്ത്രം നൽകുന്ന ഈ മുന്നറിയിപ്പുകൾക്കൊപ്പം മനുഷ്യന്റെ വിവേകപൂർണമായ ഇടപെടലുകൾ കൂടി ഉണ്ടായാൽ മാത്രമേ ഈ പ്രതിസന്ധിയെ നമുക്ക് മറികടക്കാനാവൂ. സൂര്യാഘാതം, നിർജ്ജലീകരണം, പകർച്ചവ്യാധികൾ എന്നിവ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് പ്രതിരോധമാണ് ചികിത്സയേക്കാൾ ഉത്തമം എന്ന ബോധ്യം നമുക്കുണ്ടാകണം. കഠിനമായ ചൂടിൽ തളരുന്നത് മനുഷ്യർ മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള മിണ്ടാപ്രാണികളും പക്ഷികളും കൂടിയാണെന്ന തിരിച്ചറിവുണ്ടാകണം. വെയിലത്ത് ജോലി ചെയ്യുന്ന സഹോദരങ്ങളോടും കഠിനമായ ഉഷ്ണത്തിൽ വലയുന്ന പക്ഷിമൃഗാദികളോടും അല്പം കരുണ കാണിക്കാൻ നാം മറക്കരുത്. ഓർക്കുക, നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഒരു ജീവൻ പോലും അപകടത്തിലാകരുത്. ദാഹം തോന്നിയില്ലെങ്കിലും വെള്ളം കുടിച്ചും ഉച്ചവെയിലിനെ കരുതലോടെ ഒഴിവാക്കിയും ഈ അഗ്നിനാളങ്ങളെ നമുക്ക് അതിജീവിക്കാം. കരുതൽ നമ്മുടെ കടമയാണ്, സുരക്ഷ നമ്മുടെ അവകാശവും. പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ചും നിർദ്ദേശങ്ങൾ പാലിച്ചും ഈ വേനലിനെ ജാഗ്രതയോടെ മറികടക്കാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.